നന്ദനെ ഇതെന്റെ സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ ഇട്ട് ഇച്ചുമ്പോ നല്ല ഉറക്കാട്ടാ. താഴെ ആളില്ലാത്ത കാരണം എടുത്തോണ്ട് വന്ന നമ്മുടെ നന്ദനയുടെ എൻഗേജ്മെന്റ് ആണ്. മെഷർമെന്റ് എടുക്കാൻ വന്നതാണ്. അപ്പം ഇതാണ് നമ്മൾ അന്ന് കല്യാണിന്ന് വാങ്ങി മെറ്റീരിയൽ. ഡൈ ഒന്നും ചെയ്യണില്ല. നമ്മൾ ഈ എന്താ പറയാ ഓഫ് വൈറ്റ് ആണ്. ഇതിൽ തന്നെയാണ് നമ്മൾ ചെയ്യണേ. ബോഡിയിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങളങ്ങനെ നോക്കായിരുന്നു. എന്ത് എങ്ങനെ വേണം എന്നുള്ളതല്ലേ. എന്തൊക്കെയോ ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതെ, നന്ദനക്ക് ഇതിൽ വോയിസ് ഇല്ല അല്ല നന്ദന. അപ്പോൾ ഞാൻ ഇനി അവളുടെ മെഷർമെന്റ് എടുക്കട്ടെ. മെഷർമെന്റ് എടുത്തിട്ട് നമ്മൾ ലെഹങ്ക ചെയ്യണേ. ബാക്കി അതിന്റെ ലേസ് സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അളവെടുക്കാം നമുക്ക്. ഇത് ഡേ എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കാരണം ഗ്യാപ്പ് കിട്ടുമ്പോഴേ നമുക്ക് തുന്നായിരിക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിനുള്ള വർക്ക് ഉണ്ട് ഇപ്പോഴും. നമ്മുടെ ഷെയറുടെ പണിയിലാണ്. അസിസ്റ്റന്റ് തൽക്കാലം എന്റെ ഹസ്ബൻഡാണ്. അപ്പൊ കാശിന്റെ വീഡിയോ എടുത്തില്ല കേട്ടോ. നാളെ നമുക്ക് വർക്ക് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സാരി നമ്മൾ പ്രീ പ്ലീറ്റ് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ. ബോക്സ് പ്ലീറ്റ് ചെയ്യുന്നില്ല, പ്ലീറ്റ്സ് ഇട്ടിട്ട് നമ്മൾ അങ്ങനെ കൊണ്ടുപോകും. അപ്പൊ ഏകദേശം തുന്നി എത്രയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചൊക്കെ തെറിച്ച് പോയായിരുന്നു കേട്ടോ. ഇത് ലേസാണ്. ഇത് ഞാൻ ആരി വർക്ക് പോലെ സൈഡ് അങ്ങനെ തുന്നി വെച്ചതാ. ഈ പോർഷൻ ചെയ്തു. പിന്നെ എനിക്ക് തോന്നി ഞാൻ ഈ ഭാഗം ചെയ്യാം. അപ്പൊ അത് ഈ പോർഷൻ ഇത്രയും കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഇതിലത്തെ പ്രിന്റ് ഹൈലൈറ്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ഒരു ചെറിയ പോർഷനും കൂടി ഉണ്ട്. നമ്മൾ ഫ്രണ്ട് ഫുള്ള് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ നമുക്ക് സ്ലീവും ചെയ്യണം. പിന്നെ ഇതിൽ കുറച്ച് ഞാത്തി ഇടാനൊക്കെ ഉണ്ട്, ലേസ് കാര്യങ്ങൾ. അത് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ചെയ്യണേ. അപ്പൊ ഇത് ഡേ എത്രയോ ആണ്, 26-ാം തീയതി. ഇനി 10 ദിവസം ഇല്ല അല്ലേ, 9 ദിവസം കൂടെ ഉള്ളു കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ. കണ്ടിന്യൂസ് 3 ദിവസം വർക്ക് ഉണ്ട്, പണിയുണ്ട്. പക്ഷെ ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു ഫോർ നന്ദന. അപ്പൊ നന്ദന വരൂട്ടാ. ഇതിൽ ഏതെങ്കിലും ഒരു ദിവസത്തിലൊക്കെ നന്ദനെ കാണാം. അവള് ജോലി കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇടയ്ക്കൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ വർക്കുകളാണ്. ഇപ്പം അവളെ വരച്ചാലും ശരിയാവില്ലല്ലോ. നന്ദന വരുമ്പോൾ നന്ദനെ പിന്നെയും കാണിക്കുന്നുണ്ട്. പിന്നെ അവൾക്ക് മെഹന്തി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും പണിയട്ടെ. നമ്മുടെ ശ്വേത ഏറ്റെടുത്തേക്കാണ് ബാക്കി സ്ലീവിന്റെ വർക്ക്. അവിടെ സ്ലീവ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പുറത്തെ സ്ലീവ് ഒന്നും ആയിട്ടില്ല, കുറച്ചും കൂടി പണികളുണ്ട്. നമ്മുടെ ബോഡി പാർട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ കട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ സ്കേർട്ടിൻ്റെ പാനൽ ഞാൻ എന്താ പേപ്പറിൽ ജസ്റ്റ് ട്രേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിതൊന്ന് ക്ലോത്തിലൊക്കെ കട്ട് ചെയ്തെടുക്കണം. പുറത്തേക്കൊന്നും നമ്മൾ ചെയ്യണില്ല. ഇതിപ്പം നന്ദനയുടെ ആയതുകൊണ്ട് മാത്രം, അതെ നന്ദനയുടെ ആയതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യണതാ. ഇതിൻ്റെ സ്റ്റിച്ചിങ് ചെയ്യണ പ്രോപ്പർ വീഡിയോ ഒന്നും നമ്മുടെ കയ്യിലില്ല കേട്ടോ. അപ്പം ഞാൻ എന്തായാലും തുടങ്ങട്ടെ. ഇത് കണ്ടില്ലേ അവളുടെ സ്ലീവാണ്. ഇതിപ്പം നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ സ്ലീവ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് ഏകദേശം ശ്വേത കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിങ് പടവടെ ആക്കാം. സ്കേർട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് സ്കേർട്ട്. സ്റ്റിഫ് നെറ്റിൻ്റെ സ്കേർട്ട് സെപ്പറേറ്റ് ആണ് കേട്ടോ. അതാണ് ഇത് ഇങ്ങനെ അവിടെ ഒന്നും ഒരു വൃത്തിയിൽ നിൽക്കാത്ത. അതിനെ അതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടി അങ്ങനെ പിടിച്ചേക്കണതാ. സ്റ്റിഫ് നെറ്റ് മടിയിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് നന്ദനയുടെ സ്കേർട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തിരക്കുമാണ്. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും പ്രോപ്പറായിട്ട് ഇടാൻ പറ്റാത്തത്. അങ്ങനെ നമ്മുടെ നന്ദനയുടെ ഫുൾ വർക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനി കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള സമയം നല്ല. കാരണം ഇപ്പം തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. നാളെ വർക്കും ഉണ്ട്. അപ്പം ഇതെന്തായാലും കട്ട് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക, എന്താ പരിപാടി നോക്കട്ടെ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതോടുകൂടെ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ വേറൊരു വീഡിയോയിലായിട്ട് വരാൻ നോക്കാം കേട്ടോ. ഇതെന്താ അവസ്ഥ എന്നൊന്ന് നോക്കട്ടെ. ഇത് ശരിക്കും ഇന്നലത്തെ വ്ളോഗിൻ്റെ ബാക്കിയാണ്. മുന്നിൽ ഞാൻ നന്ദനയുടെ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെയും അതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ അല്ല വർക്കിൻ്റെ ഒക്കെ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ തലേദിവസം വന്നിട്ട് മെഹന്തിയൊക്കെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതാ ബൗളിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ ആണ് രാവിലെ അതിൻ്റെ സെലോഫൈൻ ഷീറ്റ് കട്ട് ചെയ്ത് വെക്കാണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നേരം തുന്നി. ഏകദേശം ഉച്ചയൊക്കെ ആവാറായിട്ട് ഈ പരിപാടി ഞാൻ ചെയ്യുമ്പം. അപ്പോൾ ഇനി അവൾക്ക് വേണ്ട നാസിയ വരും മെഹന്തിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നാസിയക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള കൂണും കാര്യങ്ങളും സെറ്റാക്കി കൊടുക്കണം. അപ്പം ആ ഒരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു പണിയിലാണ്. ഹലോ, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അയ്യോ മൈക്ക് എടുത്തില്ല, എക്കോ കുഴപ്പമില്ല. ഇന്നലെ നിങ്ങൾ വന്നിട്ട് ഞാൻ മെഹന്തി മിക്സ് ചെയ്ത് വെച്ചു. ശ്വേത ഒരു സ്ലീവ് കംപ്ലീറ്റ് ചെയ്ത് നിന്നോടെ കാണാൻ വരുന്നത്. ഞാൻ പോയിട്ട് വരട്ടെ. നമസ്കാരം എന്നൊക്കെ ചേരാം. അടുത്ത സ്ലീവ് അവൾക്ക് വർക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അവള് പോയി. ഞാൻ എന്താ മെഹന്തി മിക്സ് ചെയ്ത് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നും കൂടിയും അത് ഈ കൺസിസ്റ്റൻസിയിലാക്കിയിട്ടുണ്ട്. ഇച്ചുമ്മ ഇവിടെ ഇല്ല. ഇച്ചുമ്മേന്റെ അച്ഛൻ്റെ കൂടെ അങ്ങോട്ട് പോയി.
അപ്പോൾ അവൾക്ക് വേണ്ട ഫുഡ് സംഭവങ്ങൾ പാലൊക്കെ ഞാൻ പമ്പ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടാണ്. അപ്പോൾ ഒരു ഉച്ച കഴിയുമ്പോൾ തിരിച്ചു വരും, അല്ലെങ്കിൽ പണിയൊന്നും നടക്കില്ല. അപ്പോൾ അത് കാരണം അങ്ങനത്തെ പരിപാടികളുണ്ട്. പിന്നെ കുഞ്ഞുമകൾ താഴെയുണ്ട്. പിന്നെന്താ, അപ്പൊ എനിക്ക് മെഹന്തി മിക്സിംഗ് ഉണ്ട്. ഇന്ന് നമ്മുടെ നന്ദന വരും. ഞാൻ മെഹന്തിയുടെ ഇരിക്കുന്നില്ല, ഇടയിലൊക്കെ ചെന്നിരിക്കും കേട്ടോ ചിലപ്പം. കാരണം വെച്ചാൽ എനിക്ക് സമയമില്ല, സ്റ്റിച്ചിങ് കഴിയാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇരിക്കണില്ല. അപ്പൊ നാസിയെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ മെഹന്തി മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നാസിനെ റെഡി എടുത്തോളൂ. പിന്നെന്താ, സ്റ്റിച്ചിങ് ബാക്കിയുണ്ട്, അതൊക്കെ തീർക്കണം. നാളെ വർക്ക് ഉണ്ട്. നാളെ വർക്ക് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ അത് ഇപ്പൊ ബിസി ഷെഡ്യൂളാണ്. ശരിക്കും പറഞ്ഞാൽ അമ്മയും അതുപോലെ കസിൻ ചേച്ചി, കൃഷ്ണ, എൻ്റെ ഹസ്ബൻഡ്, അവര് ഒക്കെ ഉള്ള കാരണമാട്ടോ നമുക്ക് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റണേ. പിന്നെ അങ്ങനെ നമ്മൾ പെട്ടുപോയില്ലേ, അവർക്ക് നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ എൻക്വയറീസും കാര്യങ്ങളും എടുക്കുന്നത് ഹസ്ബൻഡാണ്. ആൾ കുറച്ച് നാൾ എന്തായാലും നാട്ടിലുണ്ടാവും. അപ്പോൾ ഉള്ള അത്ര നാളും ആൾ തന്നെയായിരിക്കും ആ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക. കാരണം എല്ലാം കൂടെ ഞങ്ങൾക്ക് ഇപ്പോൾ മാനേജ് ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മെഹന്തിയുടെ പരിപാടി നോക്കാം. നാസി വരുമ്പോഴത്തേക്ക് നമുക്ക് സെറ്റാക്കി കൊടുക്കണ്ടേ, അല്ലെങ്കിൽ കുട്ടിക്ക് അത് ബുദ്ധിമുട്ടാവും. പിന്നെ മെഹന്തി ഒക്കെ മിക്സ് ചെയ്ത് കവറിലാക്കട്ടെ. കോൺ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, അത് ഉണ്ടാക്കാനുണ്ട്. അതിന് ഷീറ്റൊക്കെ നല്ല കുട്ടി കുട്ടി ഹാർട്ടുകൾ ഇങ്ങനത്തെ ഷീറ്റാട്ടെ പ്രശ്നം വാങ്ങിച്ചത്, ഓൺലൈനിൽ വാങ്ങിച്ചാട്ടോ അത്. ഞാൻ ഇതൊക്കെ കലാപരിപാടി നോക്കട്ടെ. ശ്വേത തുടങ്ങിയില്ലേ? ശ്വേത സ്ലീവ് കംപ്ലീറ്റ് ചെയ്തിരുന്നു പറഞ്ഞിരിക്കും. അവളുടെ സ്കേർട്ട് ഷോളൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് അയ്യോ എന്റെ ചാടിപ്പോയി. സ്ലീവ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പടപടാന്ന് തയ്പ്പ് കഴിയും. കാരണം ഓൾറെഡി എല്ലാം വെട്ടി വെച്ചതാണ്, എല്ലാം കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ട്. ഒത്തിരി താഴെ പോയി. ഈ ഷേഡ് എടുക്കുന്ന ഗ്ലാസ് ചെറുതായിപ്പോയി. ഷേഡേ ഞാൻ എണീറ്റ് കൊണ്ടിട്ട് മടിക്കാൻ ഓർഡർ എടുത്ത് തരാൻ പറഞ്ഞു. അപ്പോൾ കുഞ്ഞി ഗ്ലാസ് എടുക്കുന്നത് നീളം വേണമായിരുന്നു. അതായാലും മതിയായിരുന്നു. സാറില്ല, ഞാൻ മെഹന്തിയുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ മെഹന്തി. ഇനി നന്ദനയൊക്കെ വരുമ്പം ബാക്കി വിശേഷങ്ങൾ കാണിക്കാൻ. ഞാൻ വേഗം തയ്ക്കായിരിക്കും കേട്ടോ. നല്ല ടയേർഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ തുടങ്ങിയതാണ്. അപ്പോൾ ബാക്കി പരിപാടികൾ നോക്കട്ടെ. നന്ദന വന്നേ കാലത്ത് വരെ എന്നറിഞ്ഞാട്ടാ. വൈകിട്ട് അവളെത്തിയപ്പോ നമ്മുടെ മെഹന്തി ആർട്ടിസ്റ്റ് നാസിക അവിടെ കണ്ട കോണും പിടിച്ചിരിക്കുന്നുണ്ട്. ഇപ്പൊ വിടാട്ടാ. പാവണ്ട് നന്ദന, നിനക്ക് ഡ്രസ് വേണ്ടേടി? മെഹന്തി മാത്രം മതിയാ, ഡ്രസ് ധരിക്കുന്നുണ്ട്. ശേതാ ഇല്ല, അവളുടെ സ്ലീവും കൂടെ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നമ്മള് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ നാളെ വർക്ക് ഉണ്ട്. അപ്പൊ അതിന്റെ ഒതുക്കലും കാര്യങ്ങളാണ്. ഇവിടെ എന്റെ സ്റ്റിച്ചിങ്ങിന്റെ കുറച്ച് സംഭവങ്ങളുണ്ട്. കച്ചി പോണു, അവൾക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി പോയിട്ട് ജിഷ്ണ ഒതുക്കൽ ഞങ്ങൾ പോയിട്ട് ഇനി മെഹന്തി ഒക്കെ എടുത്തേ കേട്ടാ. നിങ്ങളുടെ നന്ദന അങ്ങനെ നിങ്ങളുടെ ബ്രൈഡ് ആയിരിക്കുകയാണ്. ഞാൻ ബാക്ക് സൈഡ് ഇത്ര ആക്കിയിട്ടുണ്ട്, നാസിയെ ഫ്രണ്ടിൽ ഇട്ട്. ഞാൻ ഇത് തയ്ക്കാൻ പോട്ടെ, ഞാൻ കൊതിക്കേണ്ടിയിരുന്നതാ കുറേ നാളായി. എന്റെ കോണേന്ന് പറയുന്ന നാസിയ സെറ്റാണ്, നാസിക്ക് ഇഷ്ടമായി. അപ്പൊ ഇനി ഇവിടെ മെഹന്തി ഇട്ടിട്ട് വിടട്ടെ, ഞാൻ പോയി തയ്ക്കട്ടെ കേട്ടാ. അല്ലേ, നന്ദന നാളെ വരും വീണ്ടും. കാരണം മേക്കപ്പ് ഇവിടെ ആയതുകൊണ്ട് അവിടെ തലേദിവസം ഇവിടെ ഉണ്ടാവും. അപ്പൊ കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. തൽക്കാലം ടാറ്റ. ഒരു കൈ ഞാൻ ഇട്ടു കേട്ടോ, ജസ്റ്റ് തിരിഞ്ഞ് ഫുള്ളല്ല, ഞാൻ ഈ സെന്ററിൽ മാത്രം ഇട്ട് കൊടുത്തു. ചേച്ചി പോവാ. നന്ദനയുടെ ബ്ലൗസ് കാണണ്ടേ? ബാന്നൊക്കെ ഇവിടെ ഫുൾ മെസ്സാണ്, മെസ്. ഓ ഏതാ? എനിക്ക് നീ കണ്ടാ മതി, നീ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ മതി. എന്താ ക്രാവിന്റെ അതിന്റെ മറ്റൊന്ന് എൻഗേജ്മെന്റ് ബ്ലൗസ് തയ്ച്ചിട്ടില്ല. ഞാൻ അഴിക്കാൻ പോയതിരുന്നതേ, കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോവാ. ഇന്ന് കംപ്ലീറ്റ് ചെയ്യട്ടോ ബ്ലൗസ്. ഓക്കെ, നന്ദന പോവാ. ബൈ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഇന്ന് ഇപ്പൊ സമയം 3:15. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വർക്ക് ഉണ്ട്. അപ്പൊ ഗാച്ചി, ശ്വേത, ജിഷ്ണനാണല്ലേ? ജിഷ്ണ പോയി തോന്നുന്നുണ്ട്. ജിഷ്ണ എവിടെയാ? ജിഷ്ണ ചേട്ടൻ്റെ മാച്ചാ. ശ്വേതരെ ഞങ്ങൾ തുന്നി, ജിഷ്ണയുടെ റെഡിമെയ്ഡ് മേടിച്ചു. പിന്നെ എൻ്റെ ഭർത്താവ്. അപ്പൊ ഞങ്ങൾ പോട്ടെ. ശ്വേതനെയും ജിഷ്ണനെയും ഗുരുവായൂരാക്കും, ഞങ്ങളും ഇറങ്ങും. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ അക്ഷത്തെ ടൈപ്പ് അല്ലേ, അടുത്ത ഡെസ്റ്റിനേഷൻ പോകാന്ന് വിചാരിച്ചിട്ടാ. എന്തായാലും പോട്ടെ.
ഇന്നത്തെ വ്ളോഗ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. പോവാം. മേക്ക് ഓവർ ഉണ്ടാവും. എന്താ വെച്ചാൽ നമ്മൾ ഭയങ്കര ഫെയർ ആക്കിയിട്ട് ചെയ്യില്ല. സെയിം സ്കിൻ ഷെയ്ഡ് ഇടുക, ഡ്യൂ ആയിട്ട് തന്നെ ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട്, ഫേസ് മാത്രം കഴിയുന്നവർക്ക് എന്തായാലും ഹെവി ആയിട്ട് തോന്നും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഓർണമെന്റ്സും എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിന് പറഞ്ഞാൽ മതി, നമ്മൾ അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് തരാം. ഇത് നമ്മുടെ ഇന്നത്തെ പറയും അനുശ്രീ. അയ്യോ സോറി, അനീത്യ. ഇത് അതനീത്യ അനുശ്രീ എഴുതി വെച്ചാൽ നോട്ട് ചെയ്യുന്ന അനുശ്രീനാ. അത് ഇതാണ് കോണ്ടാക്ട് ചെയ്യുന്നതിന്റെ പ്രശ്നം. ബ്രൈഡിന്റെ പേര് അശ്വിനിയാണ്. അശ്വിനിയാണ് കേട്ടോ. ഞാൻ പോയി തേക്കട്ടെ. ശ്വേത ലെൻസ് തേക്കട്ടെ. ഗാച്ചിതാ അശ്വനിയുടെ ഓർണമെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളയൊക്കെ അറേഞ്ച് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഹനുമാന്റെ പോലെ തോന്നുന്നുണ്ട്. ആള് നിക്കണത് ഞാനും വിചാരിച്ചേ. മോൻ കാണിച്ചു കൊടുക്കൂ. സുന്ദരിയെ നമുക്ക് കണ്ടേ. എനിക്ക് വേണ്ട അതല്ല, പണ്ട് സുന്ദരിയാണ്. വാ പോവാം. അല്ലേ അതല്ലേ ഞങ്ങൾ ബുക്ക് ചെയ്തല്ലേ. ഇത് നോക്കണ്ട, ഇതൊക്കെ നമ്മളിങ്ങനെ ഡേറ്റും ബുക്ക് ചെയ്തിട്ടില്ല, ഒന്നും ആയിട്ടില്ല. കല്യാണത്തെ പറ്റി MBBS ആണ്, MD ചെയ്യാൻ പോണം. അപ്പം നല്ല ചെറുപ്പക്കാരെ നിങ്ങൾ സ്വീകരിക്കുന്നതാണ്. അപ്പൊ ഞങ്ങൾ ഇനി സാരി ഡ്രൈപ്പ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ സാരി ഡ്രൈപ്പിങ് കഴിഞ്ഞു. കുറേ പ്ലീറ്റ്സ് കിട്ടിയല്ലേ. ഇനി നമുക്ക് ഓർണമെന്റ്സ് ഉണ്ട്. ഓർണമെന്റ്സ് സെറ്റ് ചെയ്യാം. ഓർണമെന്റ്സ് ഇടാം കേട്ടോ. ബാക്കിയുള്ളത് ഇതുവരെ ഓക്കെ ഇല്ലേ? ഓക്കെ അല്ലേ? ഓർണമെന്റ്സ് നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് ഈ രണ്ട് മാല ഇതായിരിക്കും. ഇനി ഇത് തുന്നി കിട്ടും നമ്മള്. അപ്പം ഞാൻ ഇവിടെ തൊട്ട് കയ്യെത്തുന്ന അത് നിങ്ങൾക്കാണെങ്കിലും ടച്ച് അപ്പൊ ചേച്ചീനെ കാണാൻ ബ്രൂട്ടീഷ്യൻ. അതെ, നാളെ മുതൽ ഞാൻ വൈറൽ. എനിക്ക് പറഞ്ഞിട്ട് നീ ആൾക്കാരൊക്കെ വിളിക്കാ പോന്ന്. അമ്മ ഒന്ന് കാണിക്ക. ഞങ്ങൾ ഓൾമോസ്റ്റ് തിരിഞ്ഞ പിച്ചിലെ മാന്തലൊന്നും വേണ്ട. സൂപ്പറല്ലേ? സൂപ്പറല്ലേ? ഹാപ്പി ആയില്ലേ? ഹാപ്പി സെൽഫി എടുക്കാൻ. അതെ, സെൽഫി എടുക്കാൻ തന്നാ. അപ്പൊ കൂടുതൽ കിട്ടിയ കാച്ചി. വടവട മറ്റേ പാട്ട് പാട് പാടു. പഴംപൊരി. ഞങ്ങളുടെ വർക്ക് കഴിഞ്ഞു. ഫസ്റ്റത്തെ കേട്ടോ. ഫസ്റ്റ് ബ്രൈഡ് കഴിഞ്ഞു. സെക്കൻഡ് ബ്രൈഡിന് പോവാ. പിന്നെ എന്റെ നാഥൂൻ വന്നിട്ടുണ്ട് അല്ലെ. അമ്മ എത്തിയിട്ടുണ്ട്. എന്റെ മിച്ചുമേന്റെ പ്രോഗ്രാമൊക്കെ അല്ലേ. ആരോടെ പറയുന്നത്? ആരൊന്നും മിണ്ടണില്ല. അവർക്ക് പാട്ട കിട്ടിയപ്പോഴേ അവര് മിണ്ടണില്ല. അതെ. അപ്പൊ അമ്മ വന്നിട്ടുണ്ട്. രാവിലെ ഇപ്പം ആൾക്കാണെങ്കിലും പിക്ക് ചെയ്യാൻ പോകാൻ പറ്റില്ല, കാരണം വർക്ക് ഉള്ളതുകൊണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി വീട്ടിൽ ചെന്ന് നേരെ ഇച്ചുമേനെ എടുത്തിട്ട് പോകണം. കാരണം അവിടെ ഇച്ചുമേനെ കണ്ടിട്ടില്ല. പോയി
2 ദിവസം പിറ്റേ ദിവസമായിരുന്നു ഡെലിവറി. അപ്പോൾ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ആദ്യമായിട്ട് ഇച്ചുമ്മനെ കാണാൻ പോണതാണ്. മാമീനെ ഇച്ചുമ്മ ആദ്യമായിട്ട് കാണാൻ പോവാണ്. പിന്നെ കുഞ്ഞൂസിനെ ഞങ്ങൾ ഒരു 6 മാസത്തിന് ശേഷം വീണ്ടും കാണുകയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വോക്കിന് പോട്ടെ. അതുപോലെ ആ കുട്ടിക്കും വീഡിയോ എടുക്കാൻ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഗുരുവായൂരിന്ന് വേലൂർ പോട്ടെ കേട്ടോ. ഞാന് കൊടുന്ന അടുത്ത വെഡിങ്ങിനുള്ളതും അങ്ങനെ ഞാൻ 3 ഇത് എടുത്തത്. ഏതാ മാക്സിമം ഇത് നമ്മുടെ ബ്രൈഡ് ജെറിയാണ് കേട്ടോ. അന്ന് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹെയർ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ജെറിയുടെ വെഡ്ഡിങ് ഡേ ആണ്. അത് വ്ളോഗിനായിട്ടുള്ളത് ഇല്ല, അതുകൊണ്ടാണ് ഇതിൽ തന്നെ ആഡ് ചെയ്യണത് കേട്ടോ. അപ്പോൾ വൈറ്റ് ഗൗണും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 2 മേക്കപ്പ് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജെറിയുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അങ്ങനെ ജെറി വെഡ്ഡിങ്ങിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു എന്താ പറയുക, കുറച്ച് കേളി ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും ടൈറ്റ് കോഴ്സ് ഇട്ടത് കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് ലൂസാവും. എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോഴത്തെ ക്ലൈമറ്റ് മഴയാണ്. ഇപ്പോൾ വേണമെങ്കിൽ കറണ്ട് പോകാം. അപ്പോൾ എല്ലാവരും പരമാവധി ജനറേറ്റർ അറേഞ്ച് ചെയ്ത് വെക്കുക. നമ്മൾ വീടുകളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാവും. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാൽസ്യത്തിന്റെ കുറവാ, വിറ്റമിൻ D3 കൊള്ളാൻ ഒരു വീട്ടിൽ നിൽക്കുന്നത്. കൊണ്ടോണ്ട കുറച്ച് വെയിലുണ്ട്. D3 എത്ര അളവിൽ കിട്ടി? അതെ, ഓടിയപ്പോ എക്സസൈസ് ആയിട്ട് നമുക്ക് നല്ല അവിടെ മഴയാ, അത് കാരണം വെയിൽ കൊണ്ടതാ. നമുക്ക് എങ്ങനെയെങ്കിലും മാമീനെ കാണാൻ പോവാ. നമുക്ക് മാമീനും കുഞ്ഞുസിനും കാണാൻ പോവാ. ആന്ന് പയ്യേ കുഞ്ഞുമാളും ഇല്ല കേട്ടാ. കുഞ്ഞുമാളു അച്ഛന്റെ വീട്ടിൽ പോയി, വൈകിട്ട് വരും അല്ലേ? നിങ്ങള് മാമി ആര് ഞങ്ങൾ ചെന്നപ്പോൾ അമ്മ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അതാണ് ഈ കോലം ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എണിപ്പിച്ചിട്ടാണ് കണ്ടത്. അപ്പോൾ അങ്ങനെ കുറേ നമുക്ക് ശേഷം അമ്മൂനെയും കുഞ്ഞൂസിനെയും കണ്ടു. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ അവരും ഉണ്ടാവും. പിന്നെ നമ്മുടെ ഇച്ചുമ്മേൻ്റെ പേരിടൽ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ വിശേഷങ്ങളുണ്ട്. ഇനി നന്ദനയുടെ എൻഗേജ്മെൻറ്റ് വിശേഷങ്ങളുണ്ട്. സോ നെക്സ്റ്റ് വീഡിയോയിൽ അതൊക്കെ ആയിട്ട് വരാം കേട്ടോ. അതിലെല്ലാവർക്കും ബൈ ബൈ.